മിശിഹായിൽ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്നേ ദിവസം മാതാപിതാക്കൾ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കുവാൻ എങ്ങനെ ഒരുക്കണം എന്നതിനെക്കുറിച്ച് ചില ചിന്തകൾ പങ്കുവയ്ക്കുവാനാണ് അച്ഛൻ ആഗ്രഹിക്കുക. ഒന്നാമതായിട്ട്, നഴ്സറി സ്കൂളിൽ പോകാൻ തുടങ്ങുന്നതിന് മുൻപ് ഒരുക്കം ആവശ്യമാണ്. മിണ്ടാതിരുന്നോണം, അല്ലെങ്കിൽ നിന്നെ സ്കൂളിൽ കൊണ്ടേയാക്കും എന്നൊക്കെയുള്ള ഭീഷണികൾ നമ്മൾ ചിലപ്പോൾ രസത്തിനായിട്ടാകാം, അല്ലെങ്കിൽ അല്പം ഗൗരവമായിട്ടാകാം ഒക്കെ പറയുന്നത് കുട്ടികൾക്ക് ഒരിക്കലും നന്മയല്ല. അപ്പോൾ കുട്ടിയെ അങ്ങനെ ഭീഷണിപ്പെടുത്തിയാൽ സ്കൂൾ ഏതാണ്ടൊരു ദുർഗുണ പരിഹാര പാഠശാലയായിട്ടൊക്കെ അവർക്ക് തോന്നാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളത് ഒഴിവാക്കേണ്ടതാണ് എന്നാണ് ഞാൻ പറയുക. സ്കൂളിനെ പറ്റി, അവരുടെ അധ്യാപകരെ പറ്റിയും നല്ല ചിന്തകൾ കൊടുക്കുന്നത് നല്ലതാണ്. അവർ നമ്മൾ നന്നായിട്ട് പഠിപ്പിക്കും, നല്ല സ്കൂളാണ്, ഇങ്ങനെയൊക്കെയുള്ള ആകർഷണീയമായ ഒരു അവതരണം അവർക്ക് വളരെ ചെറുപ്പത്തിൽ നൽകുന്നത് നല്ലതാണ്. സ്കൂളിലെ സംവിധാനവുമായി പൊരുത്തപ്പെട്ടു പോകാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളെ സ്കൂളിൽ കൊണ്ടുപോയിട്ട് ആ പരിസരങ്ങളും ടീച്ചേഴ്സിനെയൊക്കെ പരിചയപ്പെടുത്തുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അമ്മയ്ക്ക് പകരമുള്ള ഒരാളാണ് ഇനി ടീച്ചർ എന്നുള്ള ഒരു ഇംപ്രഷൻ കുട്ടികളിൽ ജനിപ്പിക്കുന്നത് നന്മയായിരിക്കും. അതുകൊണ്ട് അവർക്കത് കൂടുതൽ സ്കൂളിനെ സ്വീകരിക്കുവാനും സ്നേഹിക്കാനും ഒക്കെയുള്ള ഒരു പ്രവണത ഉണ്ടാകുമെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നഴ്സറിയിലൊക്കെ പോകുന്നതിനൊക്കെ, പ്ലേ സ്കൂളിലൊക്കെ പോകുന്നതിന് മുമ്പ് കുട്ടികളെ പഠിപ്പിക്കാൻ തത്രപ്പെടരുത്. എൻ്റെ കുട്ടി ഏറ്റവും നല്ലതായിരിക്കണം, അതുകൊണ്ട് ഇപ്പം തന്നെ ചെറുപ്പം തന്നെ ഞാൻ പഠിപ്പിച്ചു തുടങ്ങുന്നതിൻ്റെ ആവശ്യമില്ല. എന്നാൽ പ്രായമായിട്ട് വരുമ്പോൾ അത് പഠിച്ചാൽ മതിയെന്നുള്ള ചിന്തയാണ് നല്ലത്. എന്നാൽ ഭക്ഷണം കഴിക്കാനും ടോയ്ലറ്റിൽ പോകാനും കൈ കഴുകാനും പുസ്തകങ്ങളൊക്കെ ഒന്ന് അടുക്കി വെക്കാനും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നേരത്തെ തന്നെ പരിശീലിപ്പിക്കാൻ പറ്റുന്നതാണ്. അതാണ് അമ്മച്ചി കൊടുക്കേണ്ടത് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ കുട്ടിയെ വൈകാരികമായിട്ട് സ്വതന്ത്രമാക്കണം. കുട്ടികൾക്ക് മാതാപിതാക്കളോട് വലിയ അറ്റാച്ച്മെൻ്റ് ഉണ്ടാകും, സ്വാഭാവികമാണ്. അപ്പോൾ സ്കൂളിൽ ചേർക്കുവാൻ കൊണ്ടുപോകുമ്പോൾ അമ്മച്ചി എന്നെ ഇട്ടേച്ച് പോകരുതേ, ഭയങ്കര കരച്ചിൽ വരുന്ന പിള്ളേരുണ്ട്. പ്രത്യേകിച്ച് നഴ്സറി സ്കൂളിലൊക്കെ ചിലവ് കാണാം, അവർ ഭയങ്കരമായിട്ട് കരയും. അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങൾ നമ്മൾ ഒരു പരിഹാര മാർഗ്ഗം ഇതാണ്: കൂട്ടുകാരുമായിട്ട് നല്ല കൂട്ടുകെട്ടുണ്ടാക്കുക. നല്ല കുട്ടികളൊക്കെ ഉണ്ട്, അവരുമായിട്ടൊക്കെ ഒന്ന് പരിചയപ്പെടുത്തുക. സ്വയം പ്രകാശത്തിന് വേദി ഉണ്ടാക്കുക. ചില വീടുകളിൽ ഒച്ച വെച്ചാലും മിണ്ടായിരുന്ന എന്ന് പറഞ്ഞ് ബഹളം വെക്കുന്നത് നല്ലതല്ല. അവരുടെ അഭിപ്രായമൊക്കെ പറയട്ടെ, അത് നല്ലതാണ്. മൂന്നാമതായി, പ്രകൃതിയെ നിരീക്ഷിച്ചു വളരാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണം. കൂടുതൽ വ്യക്തികളുമായിട്ട് ഇടപെടാൻ, സ്ഥലങ്ങൾ കാണാൻ, ചടങ്ങുകൾ പങ്കെടുക്കാൻ, യാത്ര ചെയ്യാനൊക്കെ അവസരം ഉണ്ടാകണം. അപ്പോൾ എത്ര നല്ല ജീൻസ് ഉണ്ടെങ്കിലും പ്രായത്തിനനുസൃതമായി പരിസരവുമായി പ്രതികരിക്കാൻ അവസരം കിട്ടുന്ന കുട്ടിയാണ് ബുദ്ധിവികാസത്തിൽ മുൻപിൽ വരിക എന്ന് തെളിയിക്കപ്പെട്ടുള്ളതാണ്. നമുക്ക് ഇന്നത്തെ കത്തുകളിലേക്ക് കിടക്കാം അല്ലേ? കൊല്ലത്തു നിന്നും ജോസഫ് എന്ന ഗ്രഹനാഥൻ്റെ കത്താണ്. പ്രിയ ബഹുമാനപ്പെട്ട അച്ഛ, ഞാൻ ഗൾഫിലാണ് ജോലി ചെയ്യുന്നത്. എൻ്റെ ഭാര്യ ലൂസിയും കുട്ടികളും നാട്ടിലാണ്. അച്ഛ, ഞാൻ ആവശ്യമായ പണം വീട്ടിലേക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. എന്നാൽ അവൾക്ക് എന്നെപ്പറ്റി എപ്പോഴും പരാതിയാണ്. കാരണം ഞാൻ സഹോദരങ്ങളെക്കുറിച്ചൊക്കെ സഹായിച്ചിട്ടുണ്ട്. അവൾക്ക് അതിൽ വിശ്വാസം ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏകദേശം 13 ലക്ഷം രൂപയുടെ കണക്ക് അവൾ എത്ര ചോദിച്ചിട്ടും പറയുന്നില്ല. മറ്റു പണമൊക്കെ അവൾ പലതിനും ഉപയോഗിച്ചതായി എന്നോട് പറയുന്നുണ്ട്. അവൾക്ക് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളിൽ സഹോദരങ്ങളെ ഏൽപ്പിക്കാൻ അവൾക്ക് സമ്മതമില്ലതാനും. ഈ സാഹചര്യത്തിൽ ഞാൻ എന്ത് ചെയ്യണം? അച്ഛൻ ദയവായി എന്നെ സഹായിക്കണമേ. തീർച്ചയായിട്ടും ജോസഫിനെ ഞാൻ മനസ്സിലാകുന്നു. ഈ വിഷമ സാഹചര്യം നമുക്ക് തരണം ചെയ്യണം. എനിക്ക് ജോസഫിനോട് പറയാനുള്ളത്, സഹോദരങ്ങളെ സഹായിച്ചതിൽ കുറച്ചൊക്കെ വിഷമം സ്ത്രീകൾക്കുണ്ടാകാറുണ്ട്. ഞാൻ പറയാൻ കാരണം, ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്, പണ്ട് ചെറിയ ഹൃദയമാണ് അവൾക്കുള്ളത്. അത് ദൈവം കൊടുത്തതാണ്, കുടുംബത്തിൻ്റെ സുരക്ഷിതത്തിന് വേണ്ടിയാണ്. ഞാനും എൻ്റെ ഭർത്താവും കുഞ്ഞുങ്ങളും എന്ന ചിന്തയിൽ എപ്പോഴും നിൽക്കുവാനും
ആ ലെവലിൽ വിട്ട് പുറത്തേക്ക് ചിന്തിക്കുവാനും ഒക്കെ അവർ ചിലപ്പോൾ പരിശ്രമിച്ചെന്ന് വരില്ല. അതുകൊണ്ട് അത് ഒക്കെ ഒന്ന് നന്മയുടെ വഴിയാണ്. സ്വന്തം കുഞ്ഞുങ്ങൾക്കത് പ്രയോജനപ്പെടണമെന്നുള്ള ചിന്തയിലാണ് അങ്ങനെയൊക്കെ അവർ ചെയ്യുന്നത്. അതുകൊണ്ട് നെഗറ്റീവായിട്ടൊന്നും കാണേണ്ട ആവശ്യമില്ല. അതൊന്നും ജോസഫ് മനസ്സിലാക്കണം എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇനി അച്ഛന്മാർ പ്രാർത്ഥിച്ച ഉപദേശങ്ങളൊക്കെ നൽകുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് നല്ല കാര്യം തന്നെയാണ്. സാമ്പത്തികമായിട്ട് അവർ മുതലെടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ തീർച്ചയായിട്ടും 13 ലക്ഷം രൂപയുടെ കണക്ക് അറിയേണ്ടതുണ്ട്. ഞാനതിന് വിസ്മരിച്ചു കളയാൻ പറയുന്നില്ല. അത് നിസ്സാരപ്പെട്ടതല്ല. കാരണം അധ്വാനിച്ച് ജോസഫ് ഉണ്ടാക്കിയ ലക്ഷമാണ്. അതിൻ്റെ കണക്കറിയേണ്ടത് തന്നെയാണ്. അത് സ്നേഹമായിട്ടൊന്ന് ചോദിക്കും. എന്നിട്ടും പറയുന്നില്ലെങ്കിൽ എൻ്റെ അഭിപ്രായം ഒരു കൗൺസിലറുടെ സഹായം തേടുന്നത് നല്ലതാണ്. നമുക്ക് ഒന്നിച്ച് ഷെയർ ചെയ്യാം എന്ന് വിചാരിച്ച് ഏതെങ്കിലും ഒരു കൗൺസിലറെ കാണുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹായത്തോടു കൂടി അത് പുറത്തു കൊണ്ടുവരാൻ സാധിക്കുന്നതാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഒരു മാരേജ് കൗൺസിലിംഗ് എന്തുകൊണ്ടും നല്ലതാണ്. കുറച്ചുകൂടി ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകാനും നിങ്ങൾ പരസ്പരം മനസ്സിലാക്കാനും ഒക്കെ വളരെ നല്ലൊരു കാര്യമായിരിക്കും എന്ന് എനിക്ക് അഭിപ്രായമുണ്ട്. രണ്ടു പേർക്കും കൂടുതൽ തുറവിയും അടുപ്പവും വേണമെന്നാണ് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് അത് ഉണ്ടാകാനായിട്ട് സാധിക്കും. അതുകൊണ്ട് അതിനായിട്ട് നിങ്ങൾ തയ്യാറാവണം. സഭാപ്രസംഗകൻ 4:9 മുതൽ 12 വരെ വാക്യങ്ങൾ പറയുന്നത് പോലെ ആ രണ്ടുപേരുടെ ഐക്യം നന്നായിട്ട് ഉണ്ടാവണം. അവസാന വചനം പറഞ്ഞ് നിർത്തുന്നത് നമുക്കറിയാം, മുപ്പിരിച്ചരട് വേഗം പൊട്ടുകയില്ല. അപ്പോൾ ഐക്യം വളരെയേറെ പ്രധാനപ്പെട്ടതാണ്. ഒന്നിച്ചായിരിക്കുക, ഒന്നിച്ച് ജീവിതത്തെ തരണം ചെയ്യുക, ഇതൊക്കെയാണല്ലോ അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതൊന്ന് ജീവിക്കാനായിട്ട് പ്രത്യേകം പരിശ്രമിക്കണം എന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. ഞങ്ങൾ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കും, ജോസഫും പ്രാർത്ഥിക്കണം. പരിഹാരമുണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. മേഴ്സിക്ക് ഇതേപ്പറ്റി എന്താ പറയാനുള്ളത്? ഭർത്താവ് വളരെ ബുദ്ധിമുട്ടിയാണ് ഗൾഫിൽ ജോലി ചെയ്യുന്നതും അധ്വാനിച്ച് കാശുണ്ടാക്കി ഭവനത്തിലേക്ക് അയക്കുന്നതൊക്കെ. അതൊരു ഭാര്യ എത്രയായാലും അത് മോശമായിട്ട് കൈകാര്യം ചെയ്യാൻ പാടില്ല. കാരണം ഭർത്താവ് അധ്വാനിക്കുന്നതിൻ്റെ ഫലം അത് നല്ല രീതിയിൽ ചെലവഴിക്കേണ്ടതും നല്ല രീതിയിൽ കൈകാര്യം ചെയ്യേണ്ടതും ഭാര്യയുടെ ചുമതലയാണ്. അപ്പോൾ അത് ഏതെങ്കിലും തരത്തിൽ ഭർത്താവ് അറിയാതെ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ആ പണം കൊടുക്കുന്നുണ്ടെങ്കിൽ അതെങ്കിലും കടമായിട്ടാണ് കൊടുക്കുന്നെങ്കിൽ പോലും ഭർത്താവ് അറിയണം. ഭർത്താവ് അറിഞ്ഞ് മാത്രമേ അവരെന്തെങ്കിലും ചെയ്യാവുള്ളൂ. അപ്പോൾ ഭർത്താവിൻ്റെ അനുമതി കൂടാതെ ചെയ്യുന്ന സാമ്പത്തിക ഇടപാടുകളെല്ലാം തന്നെ ദൈവത്തിൻ്റെ തിരുമുമ്പാകെ അത് വളരെ തെറ്റായ കാര്യം തന്നെയാണ്. അത് കുടുംബത്തിന് ശരിക്കും ശരിയായ ഒരു കാര്യമല്ല, കുടുംബ ജീവിതത്തിന്. അപ്പോൾ അതിൽ നിന്ന് അവർ മാറണം. കൂടാതെ ഭർത്താവുമായിട്ട് ഒരു തുറന്ന സംസാരം വേണം. അച്ഛൻ പറഞ്ഞതുപോലെ ഈ 13 ലക്ഷം രൂപയുടെ കണക്ക് ഭർത്താവ് അറിയണം. അത് എന്തിനു പോയി എങ്ങോട്ട് മാറി എന്നുള്ളത് അറിഞ്ഞിരിക്കണം. അത് ഭർത്താവിനോട് അവർ പറയുന്നില്ല എങ്കിൽ അവർ വളരെ തെറ്റാണ് ചെയ്യുന്നത്. ചിലപ്പോൾ അവർ നല്ല കാര്യത്തിനായിരിക്കാം ഉപയോഗിച്ചിരിക്കുന്നത്, പക്ഷെ അതെന്തായാലും ഭർത്താവ് അറിഞ്ഞിരിക്കണം. കൂടാതെ മറ്റു കാര്യങ്ങളിൽ പ്രത്യേകിച്ച് സഹോദരങ്ങളെയൊക്കെ സഹായിക്കുന്ന കാര്യത്തിൽ സഹോദരങ്ങൾ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ അതിനായിരിക്കാം ചിലപ്പോൾ സഹായിച്ചത്. പക്ഷേ അതും ഭാര്യയും ഭർത്താവും കൂടെ ഒരു മനസ്സോടുകൂടി ചെയ്യണം. ഇത് ഭർത്താവ് ഭാര്യ അറിയാതെ സഹോദരങ്ങളെ സഹായിക്കുമ്പോൾ അത് ഭാര്യയ്ക്ക് ഇഷ്ടപ്പെടില്ല. പക്ഷേ അത് നല്ല കാര്യത്തിനാണെന്നുള്ളത് രണ്ടുപേർക്കും പരസ്പരം ഒരു തുറവിയും പരസ്പരം ഒരു ധാരണയും സാമ്പത്തിക ഇടപാടുകളിലും കുടുംബജീവിതത്തിൻ്റെ എല്ലാ കാര്യത്തിലും ഉണ്ടായിരിക്കണമെന്നുള്ളത് വളരെ അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഈ സ്ത്രീ ഭർത്താവ് അകലെ ആയതുകൊണ്ട് ഈ കാര്യങ്ങളൊന്നും ആരും കാണുന്നില്ല, അറിയുന്നില്ല എന്ന് ധരിക്കരുത്. കാരണം അവർ നോക്കുമ്പോൾ ആരും അറിയുന്നില്ല, ഇതാരെ അറിയിച്ചിട്ടുമില്ല അവരുടെ പണം ഇടപാടുകൾ. പക്ഷേ സ്വർഗസ്ഥനായ പിതാവ്, സകലതും കാണുന്ന ദൈവം ഇതിൻ്റെ മുന്നിലുണ്ട് എന്നുള്ള ചിന്ത അവർക്ക് കൂടുതലുണ്ടാകണം. പ്രഭാഷകൻ്റെ പുസ്തകം 23:19 മനുഷ്യനെ മാത്രമേ അവൻ ഭയപ്പെടുന്നുള്ളൂ. കർത്താവിൻ്റെ കണ്ണുകൾ സൂര്യനേക്കാൾ 10,000 മടങ്ങ് പ്രകാശമുള്ളതാണെന്ന് അവൻ അറിയുന്നില്ല. അവിടുന്ന് മനുഷ്യൻ്റെ എല്ലാ മാർഗങ്ങളും നിരീക്ഷിക്കുകയും നിഗൂഢ സ്ഥലങ്ങൾ കണ്ടുപിടിക്കുകയും ചെയ്യുന്നു. അപ്പോൾ പിന്നെ ഈ ഭാര്യ ഒരിക്കലും പിടിക്കപ്പെടാത്ത ആളല്ല. തെറ്റാണേലും നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും ചെയ്യുന്നത് ദൈവം കാണുന്നുണ്ട്. അപ്പോൾ ഭർത്താവുമായിട്ടത് ഒന്നിച്ചു പോവുക. അങ്ങനെ ഒന്നിച്ചുള്ള ചിന്തയിലും വിചാരത്തിലും അവർ ജീവിച്ചെങ്കിൽ മാത്രമേ സ്നേഹത്തിലും സമാധാനത്തിലും കുടുംബജീവിതം മുമ്പോട്ട് പോവുകയുള്ളൂ. അത് ഭാര്യയുടെ ഭാഗത്തുനിന്ന് നന്നായിട്ട് ചെയ്യണം. അതാ എനിക്ക് പറയാനുള്ളത്. ജോസഫ് ഇത് എഴുതിയെങ്കിലും
ഭാര്യ ഇത് കേൾക്കുന്നുണ്ടായിരിക്കാം, ഇല്ലെങ്കിൽ ഇല്ല. ഓ പക്ഷേ ജോസഫിൻ്റെ ഭാഗത്തു നിന്ന് ജോസഫ് പ്രാർത്ഥിക്കണം, ഒത്തിരി ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, കുറ്റപ്പെടുത്താതെ വഴക്ക് പറയാതെ. അദ്ദേഹം നാട്ടിലൊരു ലീവ് എടുത്ത് വന്ന് ഇതിനൊരു കൗൺസിലിങ്ങിൽ ആരെങ്കിലും വികാരിയച്ഛൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഒരു കൗൺസിലേഴ്സിൻ്റെ അടുത്തോ പോയിരുന്ന് ഭാര്യയും കൊണ്ട് തുറന്ന് സംസാരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്വാഭാവികമായിട്ടും ഭാര്യയുടെ ഭാഗത്ത് തെറ്റുണ്ട്, അത് തിരുത്തുവാനായിട്ട് ഭാര്യ തയ്യാറാകണം. ജോസഫ് പ്രാർത്ഥിക്കുകയും സാധിക്കുന്നിടത്തോളം വേഗം നാട്ടിലെത്തി ഒരു കൗൺസിലിങ്ങിനായിട്ട് പോവുകയും ചെയ്യണമെന്നാണ് മേഴ്സിയുടെ അഭിപ്രായം. എബ്രഹാം എന്ന് പറയുന്നു. അത് തന്നെയാണ് കാരണം. ഇത് ഇവരുടെ എന്തോ രഹസ്യമുണ്ട്. കാര്യം സഹോദരങ്ങളെ കാര്യങ്ങൾ ഏൽപ്പിക്കാൻ പറഞ്ഞിട്ടും സമ്മതിക്കുന്നില്ല, ഒന്നും വിട്ടാനായിട്ട് തയ്യാറാകുന്നില്ല. അപ്പോൾ എന്തോ ഒക്കെ ഉണ്ട്. മേഴ്സി പറഞ്ഞ പോലെ തന്നെ എത്രയും പെട്ടെന്ന് ഇദ്ദേഹം നാട്ടിലെത്തുകയും ഇവരൊന്നിച്ചൊരു ഫാമിലി കൗൺസിലിങ്ങും പറ്റുമെങ്കിൽ ഒരു ധ്യാനവും കൂടി ഇതൊന്ന് ക്രമപ്പെടേണ്ട ആവശ്യമുണ്ട്. ഇല്ലെങ്കിൽ അത് പിന്നീടും കൂടുതൽ വിഷയത്തിലേക്ക് അത് പോകാൻ സാധ്യതയുള്ളൂ. കാര്യം പറഞ്ഞാൽ അവരുടെ സഹോദരങ്ങളെ ലയിപ്പിക്കുന്നുണ്ട്, എന്നിട്ട് പോലും അത് പുള്ളിക്കാർ സമ്മതിക്കുന്നില്ല. അപ്പോൾ എന്തോ രഹസ്യം ഇദ്ദേഹം ഉദ്ദേശിക്കുന്ന പോലെ സംശയിക്കുന്ന പോലെ തന്നെ എന്തൊക്കെ സംശയമുണ്ട്. അതവർ അല്ല, സഹോദരങ്ങളെ ഏൽപ്പിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ പൈസ അങ്ങനെ പോകരുത് എന്നുള്ള അല്ല, ചില കാര്യങ്ങൾ അവൾക്ക് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ സഹോദരങ്ങൾ ഏൽപ്പിക്കുന്നതും സമ്മതിക്കുന്നില്ല. അപ്പം ഒന്നിനും ആ തുറവി ആ ഒരു സ്വാതന്ത്ര്യം വരുന്നില്ല. അതെ, അപ്പോൾ ചെയ്യാൻ കൊടുക്കുമ്പോൾ സാമ്പത്തികമായിട്ട് അവരോട് ഡിപ്പെൻഡ് ചെയ്യണ്ട എന്നുള്ള ഒരു ചിന്ത അതിനുള്ളിലുണ്ട്. അതാണ് വരുന്നത്. എന്നാണെങ്കിലും ഇവർ ഒന്നിച്ചൊന്നൊരു ധ്യാനം കൂടി ഇതൊന്ന് ഈ മറയ്ക്കപ്പെട്ടിരിക്കുന്ന ഒന്ന് പുറത്ത് വന്ന് നേരെയായി ഒന്നിച്ചായി പോകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമുക്കൊരു കൂടുതൽ തുറവി ഉണ്ടാവണം എന്നുള്ളത് പ്രത്യേകമായിട്ട് പറയുകയാണ്. ജോസഫ് തളരേണ്ടതില്ല. ദൈവം ജോസഫിനെ ഏൽപ്പിച്ച ജീവിത പങ്കാളിയെ ദൈവത്തിന് വേണ്ടി നേടിയെടുക്കാനും കൂടുതൽ നന്മയിലേക്ക് വരുവാനും ഇതൊരു നിമിത്തമാവട്ടെ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ദൈവം ഇങ്ങനെ ഒരു ചെറിയ പ്രതിബന്ധങ്ങളിലൂടെയൊക്കെയാണ് നമ്മളെ വളർത്തിക്കൊണ്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു പ്രശ്നം പരിഹരിക്കുവാൻ സഹോദരങ്ങൾ പറയുന്നത് പെട്ടെന്ന് തന്നെ വരണമെന്നാണെങ്കിലും ഞാൻ കുറച്ചുകൂടെ മയപ്പെടുത്തുകയാണ്. എത്രയും വേഗമുള്ള അടുത്ത ലീവ് കിട്ടുന്ന സാഹചര്യത്തിൽ വരുമ്പോൾ ഒരു കൗൺസിലിങ്ങും ധ്യാനവും ഒക്കെ ഒന്ന് ക്രമീകരിച്ച് പ്രശ്നം പരിഹരിച്ച് കൂടുതൽ ഭംഗിയായി കുടുംബജീവിതം പോകുവാൻ നിങ്ങൾക്കിടയാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. നമുക്ക് രണ്ടാമത്തെ കത്തിലേക്ക് പോകാം അല്ലേ? അച്ഛാ, വൈക്കത്ത് നിന്നും ബെൻസൺ എഴുതിയ കത്താണ്. പ്രിയ ബഹുമാനപ്പെട്ട അച്ഛ, ഞാനൊരു ഹോട്ടൽ ജോലിക്കാരനാണ്. എനിക്ക് 3 മക്കളുണ്ട്. അച്ഛാ, ഈയിടെ അബദ്ധത്തിൽ 4ാമത് എൻ്റെ ഭാര്യ ഗർഭിണിയായി. ഞങ്ങളത് വേണ്ട എന്ന തീരുമാനത്തിൽ ഒരു ഡോക്ടറെ സമീപിച്ചു. അദ്ദേഹം ഞങ്ങൾക്ക് എന്തോ മരുന്ന് തന്നു. ഇപ്പോൾ 2 മാസമായി ഗർഭം അലസിയിട്ടില്ല എന്ന് മനസ്സിലായി. വീണ്ടും ഞങ്ങൾ അത് കളയാൻ വേണ്ടി ഒരു ഗവൺമെൻറ് ഡോക്ടറെ സമീപിച്ചു. അദ്ദേഹം അതിന് വിസമ്മതം പ്രകടിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാനത് ചെയ്യില്ല, മറ്റേതെങ്കിലും സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകുമെന്ന്. ഇപ്പോഴത്തെ ഞങ്ങളുടെ ഭയം, ഇനിയും അത് കളയാതിരുന്നാൽ ഞങ്ങൾ ഗുളിക കഴിച്ചതുകൊണ്ട് എന്തെങ്കിലും തകരാറ് കുഞ്ഞിന് ഉണ്ടാകുമോ എന്നാണ്. മാത്രമല്ല, ഞങ്ങളിപ്പോൾ വലിയ മാനസിക സംഘർഷത്തിലാണ്. ആവശ്യമായ സമാധാനം പറഞ്ഞു തരണേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. തീർച്ചയായിട്ടും ബെൻസിൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നു. ബെൻസിനോട് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, മക്കൾ ബാധ്യതയല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. ആ ഒരു ബോധ്യം ഹൃദയത്തിൽ ഉൾക്കൊള്ളണം. അതെല്ലാവരോടും, കേൾക്കുന്ന എല്ലാവരോടും പറയുകയാണ്. മക്കൾ കൂടുതലുണ്ടായാൽ എങ്ങനെയാണ് ചിലവ് കഴിയുന്നത്, എങ്ങനെയാണ് അവരുടെ പഠനം, ഇങ്ങനെയൊക്കെയുള്ള വളരെയേറെ ടെൻഷൻ പിരിമുറുക്കങ്ങൾ അനുഭവിക്കുന്ന മാതാപിതാക്കൾ ഇന്നുണ്ട്. അതുകൊണ്ടാണ് അച്ഛനെ സൂചിപ്പിച്ചത്, അങ്ങനെ കരുതരുത്, തമ്പുരാൻ തരുന്നതിനെ കൈനീട്ടി സ്വീകരിക്കണം എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുക. അതിനെ ഒരിക്കലും നശിപ്പിക്കുവാനായിട്ട് ശ്രമിക്കരുത്. ശ്രമിച്ചു ഇവർ, അത് വലിയ തെറ്റായിപ്പോയി. ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത്, 2 പേരും കൂടെ നന്നായിട്ടൊരുങ്ങി നല്ലൊരു കുംഭസാരം നടത്തണം. അതൊരു വലിയ ഹീലിംഗ് ആണ് നിങ്ങൾക്ക്. അതുകൊണ്ട് അതിനായിട്ട് 2 പേരും തയ്യാറാവണം. ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. 2 മക്കബായ 7:22-23 നിങ്ങൾക്കറിയാം. അവിടെ പറയുന്നുണ്ട്, ജീവൻ്റെ ഉടമ ദൈവമാണ്. ദൈവത്തിനല്ലാതെ ആർക്കും ജീവനെടുക്കാൻ അവകാശമില്ല. അത് നമ്മൾ ബോധ്യപ്പെടണം എന്നുള്ളതാണ് ആദ്യമായിട്ട് പറയാനുള്ളത്. മാത്രമല്ല, കുഞ്ഞിനെ നമുക്ക് തരാൻ ഈശോ ആഗ്രഹിക്കുന്നു എന്നതിൻ്റെ ചില തെളിവ് മാനുഷികമായിട്ട് ഞാൻ പറയുകയാണ്.
നമ്മൾ മരുന്ന് കഴിച്ചെങ്കിലും ആ കുഞ്ഞിന് ഒരു കുഴപ്പം പറ്റാതെ കുഞ്ഞിപ്പോഴും ഉണ്ട്. ഇതിൻ്റെ അർത്ഥം കുഞ്ഞിനെ നിങ്ങളിലൂടെ ഈ ലോകത്തിലേക്ക് കൊണ്ടുവരണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. ആ പദ്ധതിയെ തടസ്സമിടരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ അങ്ങനെ അത്രയും പരിപാലിച്ച തമ്പുരാൻ ഇനിയും പരിപാലിക്കുമെന്ന് വിശ്വസിക്കുക. ഒന്നും കുഞ്ഞിനെ സംഭവിക്കത്തില്ല എന്നാണ് പറയാനുള്ളത്. ധൈര്യമായിട്ട് വിശ്വസിച്ച് അതിനെ സ്വീകരിക്കണം. അത് തീർച്ചയായിട്ടും നന്നായിട്ടൊന്ന് മനസ്തപിച്ച് കുറവുകൾ ഏറ്റുപറഞ്ഞ് കുമ്പസാരിക്കുമ്പോൾ നമ്മുടെ തെറ്റുകൾ കരുണാമയനായ തമ്പുരാൻ പൊറുക്കും, മാത്രമല്ല മറക്കും എന്നുള്ളതിന് സംശയമില്ല. ഹെബ്രായർ 8:12-13 ഓർക്കുക. പാപങ്ങളെല്ലാം തമ്പുരാൻ മറന്നുകളയും എന്നുള്ളതാണ്. ഒരു ഗ്രന്ഥകാരൻ പറഞ്ഞ പോലെ ഒരു കടലിൽ കൊണ്ട് പാപങ്ങളെല്ലാം തമ്പുരാൻ തള്ളുന്നു. അവിടെ ഒരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്, ഇവിടെ മീൻ പിടിക്കാൻ അവകാശമില്ല. നമ്മൾ തിരിഞ്ഞു നോക്കി അസ്വസ്ഥപ്പെടേണ്ടതില്ല. ഒരു നല്ല പിന്തിരിയലുണ്ടാവണം എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. സന്തോഷമായിട്ട് കുഞ്ഞിനെ സ്വീകരിക്കുക. അത് ദൈവദാനമാണ്, അതുപോലെ ദൈവ പദ്ധതിയാണ്. തമ്പുരാൻ്റെ വലിയ ഡിഫെൻഡിങ് ലവ് ആണ് ഞാനിവിടെ കാണുന്നത്. നമ്മൾ തെറ്റ് ചെയ്തെങ്കിലും ആ തെറ്റിനെ അതിജീവിച്ചുകൊണ്ട് തമ്പുരാൻ ആ കുഞ്ഞിനെ രക്ഷിച്ച് നമ്മുടെ കയ്യിലോട്ട് തരുകയാണ്. നമ്മളോടുള്ള വലിയ ദൈവത്തിൻ്റെ സ്നേഹമാണ്. നിങ്ങളെ തമ്പുരാൻ സ്നേഹിക്കുന്നു, നിങ്ങളുടെ കുടുംബത്തെ സ്നേഹിക്കുന്നു, ആ കുഞ്ഞിനെ തന്ന ആ കുടുംബത്തെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ട് ദൈവത്തിന് നന്ദി പറയുക. ഇനി മറിച്ചൊന്നും ചിന്തിക്കണം, നന്നായിട്ട് തിരുരക്തം തളിച്ച് കുഞ്ഞിൻ്റെ മേൽ തളിച്ച് പ്രാർത്ഥിക്കണം. ഇപ്പോഴത് തുടങ്ങാം. ആ ഗർഭത്തിലിരിക്കുന്ന കുഞ്ഞിന് എല്ലാ കൃപകളും കൊടുക്കാണ്ട് പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും എന്നെ കേൾക്കുന്ന എല്ലാവരും പ്രാർത്ഥിക്കണമെന്നും ഞാൻ അപേക്ഷിക്കുകയാണ്. ഇബ്രഹാം എന്ത് പറയുന്നതിനെ പറ്റി? പൂർണ്ണമായും അദ്ദേഹം പേര് ബെൻസൺ പൂർണ്ണമായും ദൈവപരിപാലനയിൽ ആശ്രയിക്കുക. കാരണം കുഞ്ഞിനെ നശിപ്പിക്കാൻ ശ്രമിച്ചു, അത് പോയില്ല. അച്ഛൻ പറഞ്ഞ പോലെ ദൈവത്തിന് ആ കുഞ്ഞിൻ്റെ മേൽ വലിയ പദ്ധതിയുണ്ട്. അതുകൊണ്ടാണല്ലോ ആ ശ്രമത്തിലൊന്നും വിജയിക്കാതിരുന്നത്. ഇനി ആ കുഞ്ഞിന് എന്തെങ്കിലും തകരാറുണ്ടാവുമോ എന്നുള്ളതാണ് ഇപ്പോൾ അവരുടെ ഭയം. കുഞ്ഞിന് തകരാറുണ്ടായാലും ഇല്ലെങ്കിലും ആയിരിക്കുന്ന അവസ്ഥയിൽ ആ കുഞ്ഞിനെ സ്വീകരിക്കുക. കുറ്റബോധം ഉണ്ടാകാൻ വേണ്ടി പറയല്ല, തകരാറ് ഇവർ ചെയ്ത പ്രവൃത്തി കൊണ്ടാണ് ഉണ്ടാകാമെന്ന് സംശയിക്കുന്നത്. അപ്പോൾ ആ കുറ്റബോധം ഒന്നും വേണ്ട. അച്ഛൻ പറഞ്ഞാൽ തമ്പുരാൻ പൂർണ്ണമായി ക്ഷമിക്കും കുമ്പസാരത്തിലൂടെ. പക്ഷേ നിങ്ങൾ പൂർണ്ണമായി ഇനി ആ കുഞ്ഞിനെ അംഗീകരിക്കണം. ഞാനിപ്പോൾ ഓർക്കുന്നത് MT വാസു എന്നാണ് ജീവിതത്തിലൊരു സംഭവം പറയുന്നുണ്ടല്ലോ. MT വാസു എന്നാർ അമ്മയുടെ ഗർഭത്തിലായിരിക്കുമ്പോൾ അമ്മയ്ക്ക് ചില രോഗം വന്നപ്പോൾ ഈ കുഞ്ഞിനെ കളയണമെന്ന് വൈദ്യം പറഞ്ഞു. അതനുസരിച്ച് മരുന്ന് കഴിച്ചു. മരുന്ന് കഴിച്ച് കുറച്ച് നാൾ മരുന്ന് കഴിച്ചിട്ട് പോയില്ല. അപ്പം വൈദ്യൻ്റെ അടുത്ത് ചെന്നവൻ പറഞ്ഞു, ഇനിയും മരുന്ന് കഴിക്കരുത്, മരുന്ന് കഴിച്ചാൽ അമ്മയ്ക്ക് തകരാറുണ്ടാവും. ആ കുഞ്ഞുണ്ടായി, യുവാവായി, അദ്ദേഹത്തിൻ്റെ സാഹിത്യമായ കഴിവുകൾ ലോകം അറിയാൻ തുടങ്ങിയപ്പോൾ ഈ അമ്മ തന്നെ നടന്ന അടുത്ത വീടുകളിൽ ചെന്ന് പറയാൻ തുടങ്ങി, അന്ന് എല്ലാവരോടും പറഞ്ഞ് കൊല്ലാൻ ശ്രമിച്ച കുഞ്ഞല്ലേ, ഇന്ന് അവൻ ആരാ? ഞാൻ എല്ലാവരും പറഞ്ഞിട്ട് കൊല്ലാൻ ശ്രമിച്ച കുഞ്ഞാണ്. ഇത് MT വാസു എന്നാർ തന്നെ പത്രത്തിൽ എഴുതിയതായി സംഭവം. അപ്പം ഞാൻ പറയുന്നത് ഈ ബെൻസൻ്റെ ഈ കുഞ്ഞിനെ സംബന്ധിച്ച് ഇതുപോലെ ദൈവത്തിന് വലിയൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി അംഗീകരിക്കുക. ഇനി കുഞ്ഞിന് തകരാറുണ്ടോ ഇല്ലയോ, എന്തെങ്കിലും ആരെങ്കിലും ഉണ്ടോ, ആ ആയിരിക്കുന്ന അവസ്ഥയിൽ അംഗീകരിക്കുക. പിന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. ഗർഭത്തിലായിരിക്കുന്ന കുഞ്ഞിനെ ദൈവത്തിന് എന്ത് വേണ്ടി ചെയ്യാൻ സാധിക്കുമല്ലോ. അതിന് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ സാധിക്കും. ഇവർ ഗുളികേൻ്റെ തകരാറുണ്ടെങ്കിൽ അതും പരിഹരിക്കാൻ സാധിക്കും. അതുകൊണ്ട് പൂർണ്ണമായ വിശ്വാസത്തിൽ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. പിന്നെ ദിവസവും ഈ ഭാര്യയുടെ ഉദരത്തെ കൈവച്ചുകൊണ്ട് ഇവരുടെ പ്രവൃത്തി മൂലം ആ കുഞ്ഞിന് എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ച് തരാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടപെടാൻ വേണ്ടി, നഷ്ടപ്പെട്ടതിന് ജീവൻ കൊടുക്കുന്നതാണല്ലോ, ഇല്ലാത്തതിനെ ഉണ്ടാക്കുന്നതാണ്. ആ ദൈവത്തിൻ്റെ അടുത്ത് പൂർണ്ണമായി വിശ്വാസത്തോടെ ഒരു പ്രാർത്ഥിക്കുകയും കൂടെ ചെയ്യുക. ഇബ്രാഹിമിൻ്റെ അഭിപ്രായത്തിൽ തീർച്ചയായിട്ടും പ്രാർത്ഥനാപൂർവ്വം കുഞ്ഞിനെ എങ്ങനെയാണോ തമ്പുരാൻ തരുന്നത് അതുപോലെ സ്വീകരിക്കുക. ഇതിന് പദ്ധതി അവിടെ കാണണം എന്നുള്ള ഒരു വീക്ഷണമാണ്. മേഴ്സി എന്ത് പറയുന്നു? ഉദരഫലം ദൈവത്തിൻ്റെ സമ്മാനമാണ്. അത് മനുഷ്യൻ ഒരിക്കലും തട്ടിക്കളയാനോ നശിപ്പിക്കാനോ യാതൊരു അനുവാദവും ഇല്ല. പിന്നെ അവരുടെ ബലഹീനതയാണ് പലരുടെയും വാക്കുകൾ, അവർക്ക് ആ നാലാമത് ആ കുട്ടിയെ സ്വീകരിക്കാനുള്ള മനസ്സിൻ്റെ ഒരുക്കക്കുറവ്, ഇതെല്ലാം കൊണ്ട് അവർ ഉടനെ അതിനുവേണ്ടി പരിശ്രമിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു തെറ്റ്. അപ്പോൾ അതിന് അച്ഛൻ പറഞ്ഞതുപോലെ ഒരു ഉത്തമ കുമ്പസാരം, രണ്ടുപേരും ഭാര്യയും ഭർത്താവും കൂടി ഒരു നല്ല കുമ്പസാരത്തിലൂടെ പാപമോചനം നേടി ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം കരുണ ചൊരിയുന്നവനാണ്. തമ്പുരാൻ പാപികളെ സ്നേഹിക്കുകയും പാപത്തിൽ അനുതപിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ദൈവം കരുണ ചൊരിയും. അപ്പോൾ ആ കുഞ്ഞിനെ നന്നാക്കിയെടുക്കുവാൻ ദൈവത്തിന് സാധിക്കും. അപ്പോൾ അവരിനി ആ ഒരു അവസ്ഥയിലോട്ട് കടന്നു വരണം. മറ്റവരുടെ എല്ലാ ചിന്താഗതികളും മാറിയിട്ട്
ഈ കുഞ്ഞ് ദൈവം പദ്ധതിയിട്ടിരിക്കുന്ന കുഞ്ഞാണ്, അത് നശിച്ചു പോകാൻ ദൈവം അനുവദിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ആ കുഞ്ഞ് നഷ്ടപ്പെടാതിരുന്നത്. അപ്പോൾ അത് സ്വീകരിച്ചുകൊണ്ട് ഇവരിനിയും അനുതപിച്ച് പ്രാർത്ഥിച്ച് കുഞ്ഞിനെ അനുഗ്രഹിക്കുവാനും ഇവർക്ക് കുടുംബത്തിൽ അനുഗ്രഹം ഉണ്ടാകാനും പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥനയാണ് ദൈവത്തിന് മുമ്പിൽ ഇനി ഇവർ ചെയ്യാനുള്ളത്. അപ്പോൾ ഗർഭത്തിൽ വെച്ച് തന്നെ കർത്താവ് ഈ കുഞ്ഞിനെ നാമകരണം ചെയ്തിട്ടുണ്ട്, കുഞ്ഞിനെ കർത്താവ് വിളിച്ചിട്ടുണ്ട്. അതിൻ്റെ അടയാളം തന്നെയാണ് ഇപ്പോൾ ആ കുഞ്ഞ് അവിടെ ഗർഭത്തിലുള്ളത്, അല്ലെങ്കിൽ അത് അവിടെ കാണത്തില്ലായിരുന്നു. അപ്പോൾ ഇവരത് കാര്യം മനസ്സിലാക്കിക്കൊണ്ട് കുഞ്ഞിലേക്കും ഇവരിലേക്കും ഒരുപോലെ ദൈവത്തിൻ്റെ അരൂപി നിറയാനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ കുഞ്ഞിന് യാതൊരുവിധ കുഴപ്പങ്ങളും കോട്ടങ്ങളും സംഭവിക്കാതിരിക്കാനും ഈ മാതാപിതാക്കൾ ഇനി അനുതപിച്ച് പ്രാർത്ഥിക്കണം. അവരുടെ പ്രാർത്ഥന ദൈവം കേൾക്കും. അവരൊരിക്കലും ഇതിന് നിരാശപ്പെടുകയോ വേദനിക്കുകയോ ഭാരപ്പെടുകയോ ഒന്നും വേണ്ട. എന്തായാലും അവർക്കൊരു നല്ല സമർപ്പണം ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉണ്ടാവണം, അനുതാപത്തിലൂടെയുള്ള ഒരു സമർപ്പണം. അപ്പോൾ അതിലൂടെ ദൈവം അവരെ കൈക്കൊള്ളും, അനുഗ്രഹിക്കും. ഏശയ്യാ 49:1 ഗർഭത്തിൽ തന്നെ എന്നെ കർത്താവ് വിളിച്ചു, അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ അവിടുന്ന് എന്നെ നാമകരണം ചെയ്തു. ഇതാണ് ആ കുഞ്ഞിൻ്റെ മേലുള്ള ദൈവത്തിൻ്റെ പദ്ധതി. ഇതാ, ഗർഭത്തിലേ അതിനെ വിളിച്ചു കഴിഞ്ഞു, അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ആ കുഞ്ഞിന് കർത്താവ് പേരുമിട്ട് കഴിഞ്ഞു. അപ്പോൾ ഇനി അത് അവർ സ്വീകരിച്ച് മനസ്സിലാക്കി കുറ്റബോധമില്ലാതെ അനുതാപത്തോടുകൂടി പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക. ദൈവം അവരെ അനുഗ്രഹിക്കും. അനുതാപത്തോട് പ്രാർത്ഥിച്ച് മുന്നേറുക. അതുപോലെ തന്നെ നന്നായിട്ട് ആ കുഞ്ഞിനെ സ്വീകരിക്കുക. ഇബ്രാഹിം പറഞ്ഞ പോലെ ആയിരിക്കുന്ന അവസ്ഥ സ്വീകരിക്കാനുള്ളൊരു മനോഭാവം ഇപ്പം തന്നെ മനസ്സിലൊരുക്കണം. അങ്ങനെ പ്രതീക്ഷയോടെ മുമ്പോട്ട് പോകാൻ ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കും. ബെൻസൺ, ധൈര്യമായിട്ടിരിക്കുക. നമുക്കിവരെ ദൈവത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നല്ലവനും സ്നേഹനിധിയുമായ പൊന്നു തമ്പുരാനെ, ഈ 2 കുടുംബങ്ങളെയും അങ്ങയുടെ തിരുമുമ്പാകെ ഞങ്ങൾ സമർപ്പിക്കുകയാണ്. ഞങ്ങൾ ആദ്യമേ സൂചിപ്പിച്ച ജോസഫിൻ്റെ പ്രശ്നങ്ങൾ അങ്ങ് അറിയുന്നു. കർത്താവേ, ആ കുടുംബത്തിലേക്ക് കടന്നു ചെല്ലണമേ. പ്രശ്നങ്ങൾ കൂടുതൽ ആഴത്തിൽ അവരെ ഒന്നിപ്പിക്കുവാനായിട്ട് ഇടയാക്കട്ടെ. അങ്ങനെ കൂടുതൽ ഐക്യമുള്ള ഒരു ഭാര്യാഭർത്തൃ ജീവിതം നയിക്കുവാൻ അവരെ അങ്ങ് അനുഗ്രഹിക്കണമേ. രണ്ടാമത് ഞങ്ങൾ വായിച്ച കത്ത് ബെൻസൻ്റെതായിരുന്നു. ബെൻസൻ്റെ ജീവിതത്തിലും ആ കുഞ്ഞിനെ സ്വീകരിക്കുവാൻ, ജീവൻ്റെ വില അറിയുവാൻ, ആ ജീവൻ്റെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ ജീവിതത്തിൽ തന്നെ ആഴമായ അനുതാപവും അതുവഴി ദൈവസ്നേഹവും നിറയ്ക്കുവാൻ കർത്താവ് ഇടപെടണമേ. 2 കുടുംബങ്ങളെയും അങ്ങയുടെ തിരുമുമ്പാകെ സമർപ്പിക്കുകയാണ്. അങ്ങ് ഇടപെട്ട് അവരെ അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഈ പ്രോഗ്രാമിലേക്ക് കത്തുകളും അഭിപ്രായങ്ങളും അയക്കേണ്ട വിലാസം: ടു ദ പ്രൊഡ്യൂസർ, ഫാമിലി കൗൺസിലിംഗ്, ഷാലോം ടെലിവിഷൻ, പെരുവണ്ണാമുഴി PO, കോഴിക്കോട് 673-528. ഇമെയിൽ info@shalomtelevision.com.